ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ എങ്ങനെ നിങ്ങൾക്ക് 50,000 പെർ മന്ത് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ, ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കുന്ന വഴികളാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മൾ 7 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുക. സോ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മൾ ചോദിക്കട്ടെ, എന്തിനാണ് സ്റ്റുഡൻറ് ഏൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പം തോന്നിയേക്കാം. നമ്മളിവിടെ സ്റ്റുഡൻറ് എന്ന കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേണമെങ്കിൽ ഒരു +1ഉം +2ഉം എടുക്കാം. കാരണം അവർക്കും ഈ ഒരു നോളജ് പെട്ടെന്ന് തന്നെ ഓൾറെഡി ഉള്ളതാണ്. കാരണം ഇത് അധികവും ഡിജിറ്റൽ സ്പേസിലാണ് ഉള്ളത്. സോ ഡിജിറ്റൽ സ്പേസിൽ എത്രത്തോളം ആളുകളാണ് ഇപ്പം ഓൾറെഡി കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് നല്ല നോളജ് ഉണ്ടാവും. അങ്ങനെ ഒരു നോളജ് ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികളാണിത്. അപ്പോൾ +1ഉം +2 സ്റ്റുഡൻറ്റിനും വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഡിഗ്രി പീപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും അതിൽ നിന്നും ഒരു എന്താ പറയുക, പുറത്ത് പോയിട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റുഡൻറ് ഏൺ ചെയ്യുന്നത് ചോദിച്ചാൽ എന്താണ്, ഒരു ഫൈനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് സ്കില്ല് വളർത്തിയെടുക്കാൻ. ഇപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവും, അവർ ഏത് മേഖലയിലാണ് അവർക്ക് ഭാവിയിൽ ജോലി ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കില്ലാണ് അവർ നേരത്തെ വളർത്തിയെടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഭാവിയിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും, അല്ലേ? പിന്നെ ഇതാണ് ഫാമിലി പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് അടിക്കടി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടുകാരോട് പൈസ ചോദിച്ചിട്ട് അവർ തന്നിട്ടില്ല എങ്കിൽ അതൊരു പ്രോബ്ലം ആയിരിക്കും, അല്ലേ? അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു സൈഡ് ഇൻകം ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 50,000 തന്നെ വേണമെന്നില്ലല്ലോ, അല്ലെ? ഒരു 5,000 ആണെങ്കിൽ കൂടി പെർ മന്ത് ബേസിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു പോക്കറ്റ് മണി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അപ്പോൾ അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കില്ല് വേണം. അപ്പോൾ ആ സ്കില്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമേ സംസാരിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലുള്ള 7 സ്കില്ലുകളാണെന്ന് പറയുന്നത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും യൂട്യൂബിൽ നിന്ന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. അതായത് ഫ്രീലാൻസിങ് എന്ന് പറയുമ്പം അവർക്ക് ഇപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ, ഫ്രീലാൻസിങ് മീൻസ് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി സെൽഫ് എംപ്ലോയിഡ്. അതായത് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിക്കുള്ള സംഭവമാണ്. അതായത് മറ്റൊരാളുടെ അണ്ടറിൽ ഇപ്പോൾ ഒരു 9 to 5 ചെയ്യുന്ന ജോബ് ചെയ്യുന്ന പോലെയല്ല ഇത്, അല്ലേ? ഇപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വർക്ക് എടുക്കുന്നു, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലയൻസിന് കൊടുക്കുന്ന പൈസ കിട്ടും, അല്ലേ? ഓഫറിങ് സർവീസ് ടു മൾട്ടിപ്പിൾ ക്ലയൻസ്. അത് നമുക്ക് ഒരു ക്ലയൻറ്റ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ക്ലയൻസിനെയും നമുക്ക് ആവാം, അല്ലേ? നമുക്ക് എത്രത്തോളം പൈസ വേണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ അതിൻ്റെ ക്ലയൻസിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. ഓക്കെ, ഫ്രീലാൻസേഴ്സ് യൂഷ്വലി വർക്ക് റിമോട്ട്ലി, ഏൺ ബേസ്ഡ് ഓൺ ടാസ്ക്. അത് മെയിനായിട്ടും ഇപ്പോൾ ഹവർലി റേറ്റിലാണ് ഫ്രീലാൻസേഴ്സ് പൈസ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവർ ഫ്രീലാൻസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലേ? ഓഫേഴ്സ് സർവീസ് ലൈക്ക് ഗ്രാഫിക് ഡിസൈൻ, റൈറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, കോഡിങ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് വിഷ്വൽ കണ്ടന്റ് ടു കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് ഇൻക്ലൂഡിങ് ലോഗോ. അതായത് നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ ചില ആപ്ലിക്കേഷൻ്റെ ലോഗോ, അല്ലെങ്കിൽ നമ്മൾ ചില ബാനറൊക്കെ കാണുന്നില്ലേ റോഡിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഒരു ബാനർ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്പനിയുടെ ലോഗോ, അല്ലേ? അപ്പോൾ നമ്മൾ അവർ ഡിഫറൻഷിയേറ്റ് ആയിട്ട് നിർത്തുന്ന ഒരു ഘടകമുണ്ടാവും ആ ബ്രാൻഡിന്. അപ്പോൾ അതിൻ്റെ ലോഗോ നിർമ്മിക്കുക, പോസ്റ്റർ, ബാനർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പാക്കേജിങ്. അതൊക്കെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്, ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പരിചയം വേണം. അതിൽ ഒന്നാണ് ഫിവർ എന്ന് പറയുന്നതും, അപ്വർക്ക് എന്ന് പറയുന്നതും, പിന്നെ ഫ്രീലാൻസർ, ഇന്റേൺശാല, അതുപോലെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. 500 to 1000 per gig. അതായത് ഓരോ വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം നല്ല വൃത്തിക്ക് ആദ്യമേ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കോൾഡ് ഔട്ട് റീച്ച് പോലെയുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇനീഷ്യലി ക്ലയൻസിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഫ്രീ ആയിട്ട് വർക്കുകൾ നിങ്ങൾ കുറച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ക്ലയൻസിനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ക്രമേണ കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങളുടെ ആ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം.
സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ആണ് രണ്ടാമതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റുഡൻസിന് സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് വളരെയധികം നോളജ് ഓൾറെഡി ഉണ്ട് അല്ലേ. അതായത് ഒരു 25-28 വയസ്സുള്ള ഒരാൾക്കാണോ അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രിയിലുള്ള ആൾക്കാണോ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ നോളജ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്കായിരിക്കും അല്ലേ, ഏർലി സ്റ്റേജിലുള്ള ആളുകൾക്കായിരിക്കും. കാരണം കൊറോണയുടെ ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം ഈ സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് ഓൾറെഡി ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ യൂട്യൂബിനെ പറ്റിയിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് പിന്നെ അവരുടെ ഒരു പാഷൻ കൂടി ഉണ്ടാവണം ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റീൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതും ചെയ്യാം അല്ലേ. പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഈ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് സ്മോൾ ബിസിനസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് സ്മോൾ ബിസിനസ് ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഗ്രോൻ്റെ കേസൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ മാനേജ് ചെയ്ത് കൊടുക്കലാണ് ഈ സോഷ്യൽ മീഡിയ മാനേജേഴ്സിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം അവർ ഓൾറെഡി പല കാര്യങ്ങളിലും വളരെയധികം തിരക്കുള്ള മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ്, അതായത് അവരുടെ സോഷ്യൽ മീഡിയയിൽ എപ്പം കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പിന്നെ അവരുടെ അനലിറ്റിക്സ് പഠിക്കുക, അവരുടെ കസ്റ്റമർ ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഡെമോഗ്രഫീസ് എവിടെയൊക്കെയാണ് വരുന്നത് അവരുടെ കസ്റ്റമർ എന്നുള്ള ആ അനലിറ്റിക്സ് കൃത്യമായിട്ട് പഠിച്ച ശേഷം അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത ശേഷം ഈ ഓണർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് റീച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഈ സോഷ്യൽ മീഡിയ മാനേജേഴ്സിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ അവരും ആ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് അല്ലേ. കാരണം അവർക്ക് അധികം ടൈം ഉണ്ടാവില്ല. അപ്പോൾ ലേൺ ബേസിക്സ് ഓഫ് കോണ്ടന്റ് പ്ലാനിങ്, ക്യാൻവ, ക്യാപ്കട്ട് യൂസേജ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3000 മുതൽ 10000 പെർ ക്ലയൻറ്റ് വരെ നിങ്ങൾക്ക് പെർ മന്ത് ചാർജ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി 10000 കഴിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ട നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കില്ലെന്ന് പറയുന്നത് ഒന്ന് നല്ല രീതിക്കുള്ള ഒരു SEO അറിഞ്ഞിരിക്കണം അല്ലേ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത് നോക്കാം. ഇനി കോണ്ടന്റ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളടക്ക സൃഷ്ടാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു എൻ്റർടൈനിങ് ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് നമുക്ക് ബ്ലോഗായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്താൽ ഒരുപാട് ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു ഹെൽത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം അടിച്ചു കൊടുത്താൽ ഏതെങ്കിലും ഒരു ആൾ ഹെൽത്തിനെ പറ്റിയിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഈ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് നോളജ് ഉണ്ടാവും, അതിനെ അവർ വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അത് നമ്മളൊക്കെ വായിക്കുന്നു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ കോണ്ടന്റ് റൈറ്റിംഗിൽ വരുന്നത്. ഇനി കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു റൈറ്റിംഗ്, അതായത് ഒരു എഴുത്താണ്. ഈ ഒരു എഴുത്ത് നമ്മളെ പെർസുവേസീവ് ചെയ്യിപ്പിക്കും, അതായത് നമ്മളെ പ്രേരിപ്പിക്കും ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം കാണികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പരസ്യം കാണുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയാം, അപ്പോൾ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് നിങ്ങൾ അവിടെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ ഉണ്ട്. സോ അങ്ങനെയുള്ളൊരു തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് പരസ്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സെയിൽസ് പേജിൽ കാണാൻ പറ്റും അല്ലേ, പിന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലും അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട സ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാമർ വേണം, പിന്നെ റിസർച്ച് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ SEO. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ. പിന്നെ മാർക്കറ്റിംഗ് സൈക്കോളജി വേണം. പിന്നെ നിങ്ങൾ റിയൽ വേൾഡ് പറയുകയാണെങ്കിൽ ഗ്രാമർലി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓട്ടോ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ കംപ്ലീറ്റ് പോക്കി തരുന്ന ഒരു സംഭവമാണ് ഈ ഗ്രാമർലി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആരൊക്കെയാണ് നിങ്ങളെ കോണ്ടന്റ് റൈറ്റിംഗിന് ഹയർ ചെയ്യാന്ന് വെച്ചാൽ ആരൊക്കെയാണ്? ഒന്ന് വെബ്സൈറ്റേഴ്സ് അല്ലേ. വെബ്സൈറ്റിലെ ആളുകൾ അവരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ആളുകളെ ഹയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ യൂട്യൂബേഴ്സ് തീർച്ചയായിട്ടും നോക്കും. പിന്നെ കമ്പനീസ്, അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് അല്ലേ. അപ്പം അവർക്കൊക്കെ വളരെ ആവശ്യമുള്ള ആളുകളാണ് ഈ കോണ്ടന്റ് റൈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ കോപ്പി റൈറ്റേഴ്സ്. ഇനി നാലാമത്തത്
ഓൺലൈൻ ട്യൂട്ടറിങ് ഓർ കോച്ചിങ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ, എന്താണ് ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നിങ്ങൾ പൈസയാക്കുക. അത് നിങ്ങൾ ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇനി എന്താ പറയുക ജി മീറ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നോളജ് നിങ്ങളിപ്പോൾ ഈ എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിലെ സബ്ജക്റ്റിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ടീച്ച് സ്കൂൾ സബ്ജക്റ്റ്, അതായത് നിങ്ങൾ ഒന്നിക്കലും നിങ്ങൾ നേരത്തെ പഠിച്ച സ്കൂൾ സബ്ജക്ട്സ് പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലറായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ ഫൈനാൻസിൻ്റെ ഏരിയയിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ നോളജ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിന് എക്സ്പെർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് നോളജ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പല തരത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നത് ആ ഒരു നോളജ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോമാണ് വേദാന്തു, ചെഗ്, സൂപ്പർ പ്രൂഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും യൂട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എത്രയാണ് അതിൻ്റെ ഒരു ഏർണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 300 മുതൽ 800 പെർ ഹവർ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഏകദേശം ഈ ഒരു പെർ ഹവർ റേറ്റ് കിട്ടിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് 50,000 പെർ മന്ത് എന്ന് പറയുന്ന ക്രൈറ്റീരിയ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്കില്ലാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എക്സ്പെർട്ടൈസ് ഇൻ സബ്ജക്റ്റ് വേണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവും കൂടി വേണ്ടി വരും അല്ലേ. പിന്നെ എന്താണ്, പിന്നെ ഒരു PPTയോ അല്ലെങ്കിൽ സ്ക്രീൻ എന്തെങ്കിലും കാണിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂം, ഗൂഗിൾ മീറ്റ്, പിന്നെ ടീച്ചബിൾ, നോഷൻ പോലെയുള്ള ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇ-കൊമേഴ്സ് സൈഡ് ഹസലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഇപ്പം നിങ്ങൾ ആമസോണും ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തുടങ്ങാം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടീഷർട്ട് മാത്രം വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരകൗശലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു മറ്റു പല കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ആലിബാബ പോലെയുള്ള വെബ്സൈറ്റിലെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്കത് റീസെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെയും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് 1000 to 2000 ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതിന് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് തുടങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു 2000 രൂപ തന്നെ ഒരു മിനിമം 2000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 10-20 സെയിൽ മര്യാദയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2000 പ്ലസ് നിങ്ങൾക്ക് ഒരു 5000 പ്ലസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇനി ആറാമത്തത് യൂട്യൂബ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണ്. ഒന്നിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പൈസ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള റീല് അല്ലേ, അതായത് ആളുകളെ എൻഗേജ് ആക്കുന്ന രീതിയിലുള്ള റീലുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഷെയർ നോളജ്, അതായത് ഒന്നിക്കൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള നോളജ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, മോണിറ്റൈസ് വിയ ബ്രാൻഡ് ഡീൽ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ബ്രാൻഡിൻ്റെ എടുക്കുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തീർച്ചയായിട്ടും അവർ തരുന്നതായിരിക്കും. ഇതൊരു ലോങ് ടേം ഇൻകം കേപ്പബിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു മാസം, അതായത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ പൈസ കിട്ടും, ആ ഒരു രീതിയല്ല ഇവിടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വർക്ക് ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇനി ഭാവിയിൽ മറ്റ് ആളുകൾ ആരെങ്കിലും തന്നെ ആ ഒരു ടോപ്പിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് ആയിരിക്കും. ഓക്കെ, 10,000 മുതൽ 1 lakh പെർ മന്ത് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ ഒരു സംഭവം കാണിച്ചിരിക്കുകയാണ്. എസ്റ്റിമേറ്റഡ് മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് ഇവരുടെ $2,400 ആണ്. ഓക്കെ, ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണ്. അതായത് ഓൾറെഡി നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്സ്ക്രൈബർ, അതായത് 3000 സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് പോലും ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇംഗ്ലീഷ് ചാനലാണ്. ഓക്കെ, ഇനി 7ാമത്തത് ക്യാമ്പസ് അംബാസഡർ ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്.
ഓക്കെ, അപ്പോൾ എന്താണ് ക്യാമ്പസ് അംബാസഡർ എന്ന് പറഞ്ഞാൽ? റെപ്രസെന്റ് എ കമ്പനി ഇൻ യുവർ കോളേജ് ആൻഡ് പ്രൊമോട്ട് ഇറ്റ് ടു പേയേഴ്സ്. അതായത് ഇപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ നിങ്ങൾ പഠിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കുട്ടി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡുമായിട്ട് ഒരു ഇൻ്റഗ്രേഷൻ നടത്തുന്നു. അതായത് ഞാൻ ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് ക്ലാസ്സിൽ പോയിട്ട് സംസാരിക്കാം, നല്ല ബ്രാൻഡാണ് എന്ന രീതിയിൽ പോയിട്ട് അവരുടെ ഈ ഒരു എക്സ്പോഷറിൻ്റെ അടുക്ക പോയിട്ട് അവർ സംസാരിക്കുന്നു. എന്നിട്ട് ആ ഒരു ബ്രാൻഡിന് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു തരത്തിലുള്ളൊരു സംഭവമാണ് ഈ ക്യാമ്പസ് അംബാസഡർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വർക്ക് ഇൻക്ലൂഡ് ചെയ്യും? ഒന്ന്, പ്രൊമോട്ടിങ് പ്രോഡക്ട്സ് ഓർ സർവീസ്. അത് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ബ്രാൻഡ് കൊടുക്കുന്ന സർവീസ് പ്രൊമോട്ട് ചെയ്യാം, അല്ലെ? ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഓർഗനൈസ് ഇവൻറ്റ്സ് ഓർ വെബിനാർസ്, ഗെറ്റിംഗ് സൈനപ്സ് ഓർ ഡൗൺലോഡ്സ്. നമ്മളിപ്പോൾ കാണുന്നില്ലേ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ സൈഡിലൊക്കെ പോയാൽ ഒരു എയർടെലിൻ്റെ അല്ലെങ്കിൽ ജിയോയുടെ സിമ്മൊക്കെ എടുത്തിട്ട് എന്താ പറയുക, ആ ഒരു കുറേ ആളുകൾ, അല്ലെങ്കിൽ ചെറിയൊരു വിദ്യാർത്ഥികളൊക്കെ വരുന്ന കാണുന്നില്ല. അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു മാസം ഫ്രീ ആയിട്ട് നെറ്റ് തരാം, അല്ലെങ്കിൽ 6 മാസം ഫ്രീ ആയിട്ട് നെറ്റ് തരാം, നിങ്ങളിപ്പോൾ സിം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൈനംസ് അവിടെ ബിൽഡ് ചെയ്യുകയാണ്, അല്ലേ? അതായത് ആ ഒരു ബ്രാൻഡിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ എയർടെലിൻ്റെ കേസാണ് സംസാരിക്കുകയെങ്കിൽ ആ എയർടെലിന് കൂടുതൽ സബ്സ്ക്രൈബർ ബേസിനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു പ്രൊമോഷനാണ് ഈ ക്യാമ്പസ് അംബാസഡർ എന്ന രീതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ഇത് ഈ ഒരു സിമ്മിൻ്റെ കേസിൽ മാത്രമല്ല, പല ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സും സർവീസും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നിങ്ങൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റെഫറൽ ലിങ്ക് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതായത് നിങ്ങളൊരു വീഡിയോയുടെ അണ്ടറിൽ കൊണ്ടുപോയിട്ട് ഒരു അഫിലിയേറ്റ് ലിങ്ക് ഇട്ടാൽ ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ ആരാണോ ആ ഒരു അഫിലിയേറ്റ് ലിങ്കിൻ്റെ ഓണർ അവർക്ക് കിട്ടുന്ന രീതിയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ മറ്റ് ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതും നല്ല രീതിക്കുള്ള ഇൻകം നിങ്ങൾക്ക് ലോങ് ടേമിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോസിബിലിറ്റി അവിടെയും ഉണ്ട്, അല്ലേ? ഇനി ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിൻ്റെ കേസിൽ മാത്രമല്ല, ഹോസ്റ്റിംഗ് സൈറ്റ്സ് ആയിട്ടുള്ള ബ്ലൂ ഹോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗർ ഉണ്ട്. ഇനി ഫൈനാൻസ് ആപ്പിൽ നമ്മൾ കാണുന്നതാണ്, അല്ലേ? ഗ്രോ, സെറോദ പോലെയുള്ള ആപ്ലിക്കേഷനിലും പെർ സൈനപ്സിന് നല്ല രീതിക്കുള്ള റെഫറൽ എമൗണ്ട് കൊടുക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ബോണസ് ടിപ്സ് ആണ് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് 50,000 പെർ മന്ത് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് 2 or 3 മെത്തേഡ് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒന്ന്, ഫ്രീലാൻസിങ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടറിങ് എടുക്കാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എടുക്കാം. ഒന്നുകിൽ ഇത് 3 എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാഷനായിട്ടുള്ള സംഭവം എടുത്തിട്ട് അതിനെപ്പറ്റി ഡീപ്പായിട്ട് നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോകാം. ഈ ChatGPTയുടെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഇനീഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ശനിയോ ഞായറോ നിങ്ങൾ ഒരു വീഡിയോനെ പറ്റിയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഔട്ട്റീച്ച് എത്രത്തോളം വരുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? റീഇൻവെസ്റ്റ് യുവർ ഇൻകം ടു അപ്പ് സ്കിൽ. അതായത് നിങ്ങൾക്ക് ചിലപ്പം ചെറിയ പൈസ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ 2,500 3,000 രൂപ പെർ മന്ത് കിട്ടിയിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ ആ ഒരു പൈസ വീണ്ടും നിങ്ങളുടെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പറ്റുമെങ്കിൽ ചെറിയൊരു കോഴ്സ് എടുത്താലും കുഴപ്പമില്ല, കാരണം ഇത് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് ഭാവിയിൽ ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 3 months എങ്കിലും നന്നായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങളുടെ ഭാവി തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ ഒരു കോളേജ് അല്ലെങ്കിൽ നല്ലൊരു രീതിക്കുള്ള MBA പഠിച്ചു കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് വലിയ രീതിക്കുള്ള ഇൻകം ഒന്നും അത് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല ഇനീഷ്യലി. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിക്കുള്ള ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻകം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോ ഏകദേശം എത്രത്തോളം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലായിട്ട് ഒരു ക്യൂട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഡോണ്ട് വെയിറ്റ് ടു ബി റിച്ച്, സ്റ്റാർട്ട് ലേണിംഗ് ഹൗ ടു ഏൺ. അതായത് നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ PG കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു PSC എഴുതി, അല്ലെങ്കിൽ മറ്റ് പല ഗവൺമെൻറ് എക്സാംസ് അല്ലെങ്കിൽ മറ്റ് പല എക്സാംസ് എഴുതിയാലേ നമ്മൾ റിച്ച് ആവൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കാതെ
ഇന്ന് തന്നെ റിച്ച് ആവാനുള്ള പല വഴികളും ഈ ലോകത്തുണ്ട്. അതായത് ഇപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേൾഡിൽ നിങ്ങൾക്ക് ഇപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കി തരലാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.